എത്രയോ പ്രതിസന്ധിയാമാണല്ലോ മാറ്റപ്പെട്ട പനി രോഗികളായ സമാധാനമില്ല സന്തോഷമില്ലാതെ ഒരവസ്ഥയിലായിരിക്കുമ്പോൾ ഹാലലുയ സമശിഷ്ടങ്ങൾ കർത്താവേ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടപ്പോൾ ഭാര്യ ഭർത്താക്കൾ നഷ്ടപ്പെട്ടപ്പോൾ കുടുംബം നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ മധ്യ പ്രാർത്ഥിക്കുന്നു കണ്ണിന് കണ്ണീർ കാന്വേഷണം പ്രാണമാണ് കാത്തു പറയുന്നു കർത്താവ് സഹായിച്ചു. 2024 പരിശുദ്ധനായ ദൈവമേ പിതാവേ അനുഗ്രഹമായ നല്ല രാത്രിക്കാനോട് സ്തോത്രം. സ്വർഗമങ്ങളുടെ സിംഹാസനം ഭൂമിയുടെ പാതയുടെ അങ്ങയുടെ പാതയുടെ അപ്പാ പിതാവേ അപ്പോൾ എത്രയോ ലോകം മാറ്റപ്പെടുവാണ് കൊറോണ അതിന്റെ എല്ലാം മധ്യകർത്താവായ ആരോഗ്യത്തിൽ ബലത്തോടെ ദീർഘായുസോടെ അപ്പ കുടുംബമായ വന്നികൾക്കായി നന്ദിയോട് സൂക്ഷിക്കും സ്തോത്രം കർത്താവേ. ജീവിതത്തിൽ കർത്താവേ അപ്പ ഹല്ലേലൂയ പ്രയാസങ്ങൾ ഭാരങ്ങളെല്ലാം കർത്താവേ അപ്പന്റെ കരം കൂടുതൽ സഹായിച്ചോളം കർത്താവേ നന്ദിയോട് സൂക്ഷിക്കും സ്തോത്രം എല്ലാവിധം നന്ദി പറയുന്ന കർത്താവേ ഹാലേലൂയ കർത്താവേ അപ്പ കൃപാടിയോട് കൂടി സഹായിച്ച കോഴി നിന്റെ കുഞ്ഞിനെ കർത്താവ് അല്ലല്ലോ മറക്കുന്ന പോലെ കഴുകന്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ ചെറിയ വായിക്കുന്ന പോലെ അപ്പ അവിടുന്ന് ഒരാഴ്ചക്കാലം അടികളൊക്കെ ഭദ്രമായ ചെറിയ കാത്തു വരച്ച് എല്ലാവിധം കാര്യം കർത്താവ് സന്ധ്യാസനത്തിൽ ലൈവ് ആമേ നിത്യമായി കർത്താവ് സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വദേശം ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് കർത്തലേൽപ്പിച്ച് പ്രാർത്ഥിക്കാത്ത വചന ശുശ്രൂഷ ഏറ്റവും അനുകൂലമായിരിക്കുക. കർത്താവെ സഹായിക്കണം. അതിന്റെ ആഴങ്ങൾ മർമ്മങ്ങൾ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആമേ രാത്രി തലവിഭാവികൾ രക്ഷിക്കപ്പെടുക. കർത്താവിനറിയാം കർത്താവിനും ജീവിക്കുക. അപ്പോൾ അവരുടെ ആക്കണമേ നമുക്കോട് പ്രാർത്ഥിക്കുന്ന സമയം രോഗികളായ ഭാരപ്പെടുന്നുണ്ട്. ആൺപ്രയത്തെ കഴിഞ്ഞ ആശ്വാസവും അപ്പച്ചൻ കൽപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുക. രാത്രി കാലത്തെ വചന ശുശ്രൂഷ അനേക രോഗികൾ സൗഖ്യമാകുക. കർത്താവെ ഇടയാക്കണമേ പ്രാർത്ഥിക്കുക. രാത്രി കാലം കാവേശ്മരി ഭൂമി നടക്കിയ ശബ്ദം ഇമ്പമാർന്ന ശബ്ദം ഞങ്ങളുടെ കാതുകൾ കേൾപ്പിക്കുന്നു. ചോദിക്കുമാറുന്ന ശബ്ദം മാർപ്പാടുകൾ പ്രസംഗിക്കുവാനുള്ള ശബ്ദം. അപ്പൊ അതിന് രാത്രിക്കാൽ ഞങ്ങളോട് വ്യക്തിപരമായ ഉന്നതോടെയും സംസാരിക്കുകയും ചെയ്യുമാറാണ്. ശക്തമായ രാത്രിക്കാൽ ഞങ്ങൾക്ക് ഉപയോഗിക്കണമേ. പുരുഷന് മകന് സംസാരിക്കാൻ അധികാരപ്പെടുത്തണമേ. എന്നോട് പ്രാർത്ഥന ശക്തനാക്കും മുഖാന്തര ഞാൻ സകലത്തിനും മതിയായ ദൈവമാകി അവിടെ കൂടിയും ശക്തമായി ഉപയോഗിക്കുമാറാണമേ. എന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടെ സാന്നിധ്യം കൂടി സഹായിക്കുന്ന പാടുകുഞ്ഞിനോട് ബലപ്പെടുത്തിയാൽ നന്ദി കർത്താവേ. അപ്പൊ അങ്ങനെ പാടുപെട്ടില്ല ഞങ്ങൾ ചെയ്ത് വളരെ അനുഭവത്തെ വിടുതലാക്കി കർത്താവേ ദയാക്കണമേ. അവർ സാന്നിധ്യം അനുഭവം ഞാൻ ഓരോരുത്തരും ദയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. നമ്മുടെ കരങ്ങൾക്ക് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. രാത്രികാലത്ത് അവരെ സൃഷ്ടിയെ ദൈവദാസം ക്ഷണിച്ചുകൊണ്ട് കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആമേൻ ഈ നല്ല രാത്രിയിൽ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകി. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയിരുന്നു. നാം ആയിരുന്നിടത്ത് ദൈവം നമ്മെ സൂക്ഷിച്ചു കണ്ണിലെ കൃഷ്ണമണി പോലെ. ഹല്ലേലൂയ. അവിടിവിടങ്ങളിലായി ദൈവം തന്റെ മക്കളെ സൂക്ഷിച്ച പരിപാലിച്ച ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സൗണ്ടിന്റേതായ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടു. അതുപോലെ തന്നെ ആമേൻ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കൊണ്ട് കരണ്ടിന്റേതായ ബുദ്ധിമുട്ടുകൾ ആമേൻ നേരിട്ടു. അതുകൊണ്ടാണ് അല്പം വൈകിയത്. ആമേൻ ഇപ്പോഴും ആമേൻ അത് കരണ്ടിന്റേതായ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ നമ്മുടെ നടുവിൽ ഉള്ളതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആമേൻ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിനം ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നലെയും ഇന്നുമായി അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഓൺലൈനിലൂടെ പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ആമേൻ അറിയിക്കുകയുണ്ടായി.
അതെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ആമേൻ ഇന്നേക്ക് 21 വർഷം ആമേൻ അത് തുടങ്ങുകയാണ്. ആമേൻ 20 വർഷം കഴിഞ്ഞ് 21ാമത്തെ വർഷത്തിലേക്ക് 2020 മെയ് മാസം 15-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. ഇന്നയോളം നടത്തിയ ദൈവത്തിന്റെ 2000 ആമേൻ മെയ് മാസം 15-ാം തീയതി ഹല്ലേലൂയ ആമേൻ 2021 ആയപ്പോഴത്തേക്ക് ആമേൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആമേൻ ദൈവം നന്മയല്ലാതെ ഒരു തിന്മയും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളെല്ലാം ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും നല്ല അമരക്കാരനാകുന്ന കർത്താവ് കൂടെയിരുന്ന് അത്ഭുതകരമായി അതിശയകരമായി നടത്തുവാനിടയായി. ഹല്ലേലൂയ ആമേൻ. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന്റെ കരുണയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വേഗത്തിൽ ആമേൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. വേഗത്തിൽ ഒരു ചിന്ത പങ്കുവെച്ച് ആമേൻ ദിവസം ഇരിപ്പാൻ കർത്താവ് ശരണപ്പെടുകയാണ്. നിങ്ങൾ സത്യസന്ധനാണോ? ഹല്ലേലൂയ. നിങ്ങൾ സത്യസന്ധനാണോ എന്നുള്ളൊരു ചോദ്യത്തോടുകൂടെ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുക. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുകയാണ്. ആമേൻ. അതിനാധാരമായിട്ട് ഇന്ന് രാത്രി വായിക്കുന്നത് ആമേൻ സങ്കീർത്തനങ്ങൾ 25-ന്റെ 3-5 വാക്യങ്ങളാണ്. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ആമേൻ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ച് പോകും. ഹല്ലേലൂയ. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, നിന്നെ കാത്തിരിക്കുന്ന ആരും ലജ്ജിക്കേണ്ടതില്ല. ആമേൻ. കാരണമില്ലാതെ ആമേൻ ലംഘിക്കുന്നവർ ഹല്ലേലൂയ അതെ ലജ്ജിക്കട്ടെ. ആമേൻ. യഹോവേ, നിന്റെ വഴികളിൽ എനിക്ക് കാണിച്ചു തരണമേ, നിന്റെ വഴികളിൽ എന്നെ പഠിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ എന്നെ നയിക്കുകയോ എന്നെ പഠിപ്പിക്കുകയും ചെയ്യണമേ. നീ എന്റെ രക്ഷയുടെ ദൈവം, ഞാൻ ദിവസം മുഴുവൻ നിന്നെ കാത്തിരിക്കുന്നു. സന്തോഷമുള്ളവർ ഈ കരകളും തട്ടി എന്നോട് ചേർന്ന് കർത്താവിനെ മഹത്വം കൊടുത്താട്ടെ. ആമേൻ. അതെ, ഞാൻ ദിവസം മുഴുവൻ നിന്നെ കാത്തിരിക്കുകയാ. ഹല്ലേലൂയ. നീ എന്റെ രക്ഷയുടെ ദൈവമാ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കുന്നവനല്ല ദൈവം. ഹല്ലേലൂയ. അതെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനോട് ആമേൻ ഓരോ മനുഷ്യനും ചെയ്യേണ്ട പ്രാർത്ഥന. ആമേൻ. പാപവും വക്രതയും നിറഞ്ഞ ലോകത്തിൽ എന്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ പര്യാപ്തമാണ് ആമേൻ ഈ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. അത് ആത്മാർത്ഥത നിറഞ്ഞ ഇങ്ങനെയുള്ള പ്രാർത്ഥന തീർച്ചയായും ആമേൻ ദൈവം കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകും. ആമേൻ. മനുഷ്യർക്ക് പരിഹരിക്കുക അല്ലെങ്കിൽ മനുഷ്യർക്ക് പഠിക്കാൻ ഹല്ലേലൂയ അത് താല്പര്യമെങ്കിൽ അത് നിന്റെ വഴികളിൽ ആമേൻ അതെ അവരെ പഠിപ്പിക്കുവാൻ ദൈവം എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. അതെ, ഞാൻ നിന്നെ ഉപദേശിച്ച് ആമേൻ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ആമേൻ. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ആമേൻ. ആമേൻ. കഴിഞ്ഞ 20 വർഷം ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആമേൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ആലോചനയിൽ വലിയവനായിരിക്കുന്ന ദൈവം ആമേൻ ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ മാസവും ഓരോ വർഷവും ആമേൻ അതെ ബുദ്ധി കൊണ്ട് ആമേൻ കയ്യിലെ പണം കൊണ്ട് ആമേൻ അതെ സാഹചര്യങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിഷയങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയപ്പോൾ ആമേൻ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം അതെ ആലോചനയിൽ വലിയവനായിരിക്കുന്ന ദൈവം ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്നതുകൊണ്ട് പരാജയപ്പെടാതെ ഇന്നയോളം എത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ. അത് ദൈവമേ, എന്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു ക്രിസ്തീയ പശ്ചാത്തലമുള്ള ഭവനത്തിൽ ജനിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ ആമേൻ പിശാച് ആമേൻ അതെ റൂട്ട് തിരിച്ചുവിട്ട് ആമേൻ ക്രമക്കേടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. ആമേൻ. എന്നിരുന്നാലും ഹല്ലേലൂയ ഇന്നുവരെ നിന്റെ അത്ഭുത പ്രവർത്തികളെ അറിയിച്ചു. ആമേൻ. ദൈവമേ, എന്റെ ബാല്യം മുതൽ നീ എന്നെ എന്ത് ചെയ്തിരിക്കുന്നു?
ഉപദേശിച്ചിരിക്കുന്നു. അവൻ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ, അവിടെ നിന്ന് പുറത്തു വന്ന സമയം മുതൽ, ഹല്ലേലൂയ, ഓരോ നിമിഷവും നമ്മെ നേരായ പാതയിൽ നയിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം. അവൻ എത്രയോ വലിയ അത് അനുഭവിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അവൻ ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കില്ലയോ? അവൻ മനുഷ്യർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നില്ലയോ? ആമേൻ. ഒരു ചോദ്യം, ന്യായമായ 2 ചോദ്യമാണ്. ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കില്ലയോ? ആമേൻ. അവൻ മനുഷ്യർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നില്ലയോ? ആമേൻ. യഹോവ ദുഷ്ടന് കുഴി കുഴിക്കുവോളം, ആമേൻ, യഹോവേ ദുഷ്ടന് കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന്. ഹല്ലേലൂയ. ആമേൻ. അതെ, നമ്മുടെ ചുറ്റുപാടും ദുഷ്ടപിശാച് പ്രബലപ്പെട്ട് ആമേൻ ദൈവിക നന്മകളും ദൈവിക അനുഗ്രഹങ്ങളും പ്രാപിച്ച് ജീവിക്കേണ്ട തലമുറകളെ ആമേൻ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന അനേക ഉപദേശങ്ങളും അനേക ആമേൻ പഠിപ്പിക്കലുകളും ചുറ്റുപാടും ഉടലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊന്നും പെടാതെ ആമേൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന സർവശക്തനായ ദൈവത്തിന്റെ വചനങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ആമേൻ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, അനേക വംശങ്ങളും ആമേൻ ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. ആമേൻ. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും എന്ത് ചെയ്യും? പുറപ്പെടും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. ആമേൻ. അവൻ തിരുവായി ഒഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ഹല്ലേലൂയ, നോക്കണമേ, എക്കാലത്തും അവൻ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന തന്റെ മക്കളോട് ദൈവം സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ തെരഞ്ഞെടുത്ത തന്റെ ശിഷ്യന്മാരോട് തിരുവായി ഒഴിഞ്ഞ് സംസാരിച്ചത് ഇങ്ങനെയാണ്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഹല്ലേലൂയ. ആമേൻ. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയ അവൻ വലിയൊരു പുരുഷാരത്തെ കണ്ടു. അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലാകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പിതാവായിരിക്കുന്ന ദൈവത്തിന്റെയും ആമേൻ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ, ഹല്ലേലൂയ, അന്നും ഇന്നും തന്റെ മക്കളെ ഉപദേശിച്ച് ദൃഷ്ടിവെച്ച് ആലോചന പറഞ്ഞു കൊടുത്ത് ആമേൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ആമേൻ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ സർവശക്തനായ ദൈവം പ്രവർത്തിപ്പാൻ തക്കവണ്ണമിടയാകും. എല്ലാവരും ആമേൻ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. ആമേൻ. അത് പിതാവിനോട് കേട്ട് പഠിച്ചവൻ എല്ലാം എന്റെ അടുക്കൽ വരും. ആമേൻ. എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. തന്റെ പുത്രനിലൂടെ പിതാവായ ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന ആമേൻ ഒരു ദൈവ പൈതലിനെ ആമേൻ നേരായി മുമ്പോട്ട് നയിക്കുവാൻ ആമേൻ പരിശുദ്ധാത്മാവിനെ അയക്കും. ഹല്ലേലൂയ. ആമേൻ. ആ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. നോക്കണമേ, നാം വായിച്ച സങ്കീർത്തനത്തിൽ ആമേൻ ദൈവം ആമേൻ അതെ പഠിപ്പിക്കുന്ന ആമേൻ കാര്യങ്ങൾ. ആമേൻ. അതിന്റെ 5ാം വാക്യം: നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ 8ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ യഹോവ നല്ലവനും നേരുള്ളവരുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ 9ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സൗന്ദര്യമുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗന്ദര്യമുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം ഈ ഭൂമിയിലെ ഏതൊരു മനുഷ്യനെയും ഹല്ലേലൂയ അവൻ പാപിയാണെങ്കിൽ അവനെ നേർവഴി കാണിക്കുന്നു.
ആമേൻ. കാരണം യഹോവ നല്ലവനാ, അവൻ നേരുള്ളവനാകുന്നു. ഹല്ലേലൂയ. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ എന്ത് ചെയ്യുന്നു? നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി എന്ത് ചെയ്യുന്നു? പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നല്ലോ, ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു. അവനൊരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആമേൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആമേൻ ആമേൻ അതേ പ്രാർത്ഥനയോടെ ദൈവത്തോടെ ദൈവവചന ധ്യാനത്തോടെ ആരാധനയോടെ അടുത്ത് ചെന്ന് നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന ഹല്ലേലൂയ ഒരു വിശ്വാസിയുടെ അകത്ത് നിന്ന് വരട്ടെ. ആമേൻ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു. അപ്പോൾ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യാശിക്കുവാനുള്ള വക ദൈവ മുമ്പാകെയുണ്ട്, ദൈവസന്നിധിയിലുണ്ട്. ആമേൻ. ഒരു ഭാവിയെ സംബന്ധിച്ചിടത്തോളം ആമേൻ യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു. അതുകൊണ്ട് അവൻ ഭാവികളെ എന്ത് ചെയ്യുന്നു? നേർവഴി കാണിക്കുന്നു. ഹല്ലേലൂയ. സൗമ്യതയുള്ളവരെ കുറിച്ച് ആമേൻ ഭൂമി അവകാശമാക്കും. ഹല്ലേലൂയ. അവർ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ എന്ത് ചെയ്യും? നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി എന്ത് ചെയ്യുന്നു? അവൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഒരു യഹോവ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവ ഭക്തനായ പുരുഷൻ ആരാണ്? അവൻ തെരഞ്ഞെടുക്കുന്ന വഴി താൻ അവൻ എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ദൈവഭക്തനായി അവൻ ജീവിക്കുവാൻ അത് സമർപ്പിക്കപ്പെട്ടാൽ ഹല്ലേലൂയ അവർ തെരഞ്ഞെടുക്കേണ്ടുന്ന വഴി ആമേൻ ദൈവം അവൻ എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. ദൈവം നമ്മെ പഠിപ്പിക്കുവാൻ നാം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആത്മീക സത്യങ്ങൾ സംബന്ധിച്ച് നാം അന്ധകാരത്തിലും അജ്ഞതയിലും ആയിരിക്കുമെന്നതിന് സംശയമില്ല. ഓയിഷല്ലോ. ചിലർ സ്വന്തം ബുദ്ധിയിലും സ്വന്തം ജ്ഞാനത്തിലും സ്വന്തം വിവേകത്തിലും ഊന്നി ജീവിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മെ പഠിപ്പിക്കുവാൻ നാം ആഗ്രഹിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആത്മീക സത്യങ്ങൾ സംബന്ധിച്ച് നാം അന്ധകാരത്തിലും അജ്ഞതയിലുമായിരിക്കുമെന്നതിന് സംശയമില്ല. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ നടത്തിപ്പിനും അഭ്യാസനത്തിനുമായി വിശ്വാസികൾ പ്രത്യേകം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ. ദൈവിക നടത്തിപ്പിന് വേണ്ടി ആമേൻ ദൈവത്തിന്റെ വചനങ്ങൾ ആമേൻ അതെ വെളിപ്പെട്ട് കിട്ടുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിന് വേണ്ടി ആമേൻ നാം പ്രത്യേകം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ഹല്ലേലൂയ. ആമേൻ. അത് 86 സങ്കീർത്തനം 11 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. യഹോവേ നീ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഹല്ലേലൂയ. ആമേൻ. എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളി. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഹല്ലേലൂയ. യഹോവേ നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം എന്ത് ചെയ്യും? പ്രമാണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവേ ഭൂമി നിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഹല്ലേലൂയ. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കുകയാ, എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. ഹല്ലേലൂയ. യഹോവേ എന്റെ വായുടെ സ്വമേധാദാനങ്ങളിൽ പ്രസാദിക്കണമേ, നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്ക് എന്നോട് കൃപയുണ്ടാകും തക്കവണ്ണം. ഹല്ലേലൂയ. ഞാൻ നിന്നെ അറിയുമാറാകട്ടെ, ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കരുത്. അപ്പോ ഭക്തന്മാരായി വിശ്വാസികളായി ആമേൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആമേൻ ബുദ്ധി ആമേൻ പറഞ്ഞു തന്ന് നേരായ പാതയിൽ നടത്തുന്ന ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ദൃഢമാകുന്നുവെങ്കിൽ നിശ്ചയമായും ഈ ലോകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവം അഭ്യസിപ്പിക്കുന്ന മനുഷ്യൻ എന്തെല്ലാം ആമേൻ അത്ഭുതകരമായ സത്യങ്ങൾ ആമേൻ അത് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ആമേൻ. ആ വിധത്തിൽ ദൈവം പഠിപ്പിക്കുന്നവരെല്ലാവരും യേശു ക്രിസ്തുവിലേക്ക് വരികയും യേശുവിൽ വിശ്വസിക്കുന്നതിന് ആമേൻ ഇടയാകുകയും ചെയ്യും. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും എന്ന പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. ആമേൻ. പിതാവിനോട് കേട്ട് പഠിച്ചവനെല്ലാം എന്റെ അടുക്കൽ എന്ത് ചെയ്യും?
വരും. ഹല്ലേലൂയ. സത്യസന്ധതയോടെ ജീവിക്കുക എന്നത് ദൈവത്തിന്റെ വിശ്വാസം നേടുന്നതിന്റെ ഒരു തുടക്കമാണ്. ഹല്ലേലൂയ. പുതിയ ആമേൻ അതേ വേഷൻ ആമേൻ ബൈബിളുകളിൽ ഹല്ലേലൂയ ആമേൻ നിങ്ങൾ പ്രത്യാശിക്കുന്ന ആരും ആമേൻ ഒരിക്കലും ലജ്ജിക്കപ്പെടുകയില്ല. ആമേൻ. കാരണം ആമേൻ കാരണമില്ലാതെ ആമേൻ വഞ്ചകരായവർക്ക് എന്ത് ചെയ്യും? നാണക്കേട് വരും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആമേൻ പിതാവായ ദൈവം ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പലസ്തീനായി ആമേൻ അതെ മറിയയുടെ ഉദരത്തില് ആമേൻ അതെ ഉരുവായി ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വഴികൾ എന്നെ കാണിച്ചു തരണമേ. നിങ്ങളുടെ ആമേൻ അവിടുത്തെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന, ഇങ്ങനെ ദൈവത്തോട് ആമേൻ യാചിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം ആമേൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുത്ത് നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ഒരു ദൈവമകൻ എന്ന നിലയിൽ ആമേൻ നുണകൾ പറയാനും മോശമായി പെരുമാറാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വയം ലജ്ജ എന്ത് ചെയ്യുന്നു? ക്ഷണിച്ചു വരുത്തുകയാണ്. ആമീൻ. നുണകൾ തിന്മയുടെ ഉൽപ്പന്നങ്ങളാണെന്ന് ഓർക്കുക. അതിനാൽ നുണകളിലും കുഴപ്പങ്ങളിലും ഏർപ്പെടുന്നത് അവന്റെ ലജ്ജയുടെ സ്വഭാവത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 8:44 പരിശുദ്ധാത്മാവ് തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. അവന് സത്യമില്ലായതുകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. നോക്കിക്കേ, ആമേൻ. പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു. ആമേൻ എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ എന്ന് പറഞ്ഞു. ആമേൻ. അതെ, നോക്കണം. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആമേൻ അതെ തന്നോടൊപ്പം സഞ്ചരിക്കുന്ന ശിഷ്യന്മാരെ ഉപദേശങ്ങൾ പഠിപ്പിച്ച് മുമ്പോട്ട് വരുമ്പോൾ ആമേൻ അത് ഉൾക്കൊള്ളാത്ത ആമേൻ ഒരു കൂട്ടം ആളുകൾ യേശുവിനെതിരെ ശബ്ദമുയർത്തി. ആമേൻ യേശു അവരുടെ മുഖത്ത് നോക്കി ആമേൻ തിരുവചന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ആമേൻ പരമ്പരാഗതമായി അവർ അബ്രഹാമിന്റെ സന്തതികൾ ആയിരുന്നെങ്കിലും, അതായത് അക്കാലത്ത് ആമേൻ അതേ ദേവാലയങ്ങളിൽ ആമേൻ പുരോഹിതന്മാരായി അതേ ശുശ്രൂഷകന്മാരായിരുന്ന ഒരു കൂട്ടം ആളുകൾ ഹല്ലേലൂയ കർത്താവായ യേശുവിനോട് ആമേൻ എതിരായി നിന്ന് സംസാരിച്ചു. ആന്തരികമായി ആമേൻ ആത്മീയ കാര്യങ്ങളിൽ അവർ പിശാചിന്റെ അതേ സന്തതികളായിരുന്നു. ആമേൻ ഹല്ലേലൂയ. അത് കർത്താവ് ആമേൻ ഇങ്ങനെ പറഞ്ഞു, സാത്താനെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ ആമേൻ വയൽ ലോകവും നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരുമാകുന്നുവെന്ന് കർത്താവ് പറഞ്ഞു. ആമേൻ പിശാച് അവരിൽ ആമേൻ അതേ പ്രവർത്തിക്കുന്ന വിധങ്ങളെ കുറിച്ച് തിരുവചനത്തിൽ വളരെ ആമേൻ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ അവർ പിശാചിനെ അനുസരിക്കുകയും അനുകരിക്കുകയും ചെയ്തിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ദൈവസഭയിലെ അംഗമായിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഹല്ലേലൂയ കർത്താവായ യേശുവിനോടുള്ള പെരുമാറ്റത്തിൽ അവർ അത് പ്രകടിപ്പിച്ച് മനുഷ്യർ വളരെ മഹത്തായ പാരമ്പര്യമുള്ളവരും വളരെ ഭക്തിയുള്ളവരും ആമേൻ ഈ യഹൂദന്മാരെ പോലെ തന്നെ ആമേൻ യഹൂദന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവർ വളരെ ഭക്തിയുള്ളവരാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് അവകാശപ്പെടുന്നവരും ആയിരിക്കാം. പക്ഷേ അപ്പോൾ തന്നെ പിശാചിന്റെ മക്കളായിരിക്കാനും ആമേൻ അതെ അവരുടെ സ്വഭാവത്തിലൂടെ എന്തിയാണ് തയ്യാറാകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അത്രയും ആമേൻ കുടിലത നിറഞ്ഞതാണ് മനുഷ്യ ഹൃദയം. വഞ്ചനയുടെയും അതേ കാപട്യത്തിന്റെയും ആമേൻ അതേ ഹൃദയത്തിന്റെ ആ ഉള്ളറകളിൽ ആമേൻ നിറഞ്ഞു കിടക്കുന്ന ആമേൻ യാഥാർത്ഥ്യത്തെ കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ ഒരു മനുഷ്യ ഹൃദയത്തിന്റെ അവസ്ഥയെ കുറിച്ച് കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ: ഹൃദയം എല്ലാറ്റിനേക്കാട്ടിലും കപടവും വിഷമവും ഉള്ളതാ, അത് ആരാഞ്ഞ് അറിയുന്നവനാരാ. ഹല്ലേലൂയ. അതെ, പിശാചിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ യേശു ഇവിടെ ആയിരുന്നപ്പോൾ വ്യക്തമാക്കി.
ആമേൻ. പിശാച് കൊലപാതകനും ബോഷ്കു പറയുന്നവനുമാകുന്നു. ഹല്ലേലൂയ. ആദ്യം മുതൽ കൊലപാതകൻ, ഹല്ലേലൂയ, ആദാമിനെയും ഹവ്വയെയും എപ്രകാരം നശിപ്പിക്കാൻ, ഹല്ലേലൂയ, ആമേൻ, ശ്രമിച്ചു എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിലും ആമേൻ 3-ാം അധ്യായം 1 മുതൽ ആമേൻ 4 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതേ, ഹാബേലിനെ കൊല ചെയ്യുന്നതിന് കായീനെ പ്രേരിപ്പിച്ചതും പിശാച് തന്നെയാണ്. ആമേൻ, സംശയമില്ല. കാരണം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ ആമേൻ, സാത്താൻ മനുഷ്യവർഗത്തിന്റെ കൊലപാതകൻ എന്ന് പറയുന്നതിൽ ആമേൻ അതേ അതിശക്തിപ്പെടേണ്ട കാര്യമില്ല. ആമേൻ, ആദാമിനെയും ഹവ്വയെയും അവൻ ബോഷ്കിലൂടെ വശീകരിച്ച് പാപം ചെയ്യിച്ച് അവരിലൂടെ മരണ ലോകത്തിൽ കടന്നു വന്നു. ആമേൻ, മനുഷ്യവർഗം മരണത്തിന് അധീനനായി തീർന്നു എന്ന് റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. സാത്താൻ ബോഷ്കു പറയുന്നവനും ആകുന്നു. അവന്റെ ബോഷ്കിനാൽ ലോകം മുഴുവനെയും അവൻ ഛിന്ന ഭിന്നമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ അവൻ ദൈവത്തെയും ക്രിസ്തുവിനെയും സംബന്ധിച്ച് മനുഷ്യർ, സഭ, രക്ഷ, മതം ഇവയെ സംബന്ധിച്ചും എന്ത് ചെയ്യുന്നു? ബോഷ്കു പറയുകയും അതേ മനുഷ്യനെ കെണിയിൽ അകപ്പെടുത്തി നശിപ്പിക്കുവാൻ തക്കവിധം പ്രവർത്തന നിരതനായിരിക്കുന്നുവെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതേ, സഭയുടെയും മതത്തിന്റെയും മേഖലകളിലാണ് അവൻ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നത്. ധാരാളം ആളുകൾ ക്രിസ്തു പഠിപ്പിച്ച സത്യങ്ങളെക്കാൾ സാത്താന്റെ വ്യാജത്തിൽ വിശ്വസിച്ച് യേശുവിനെ എന്ത് ചെയ്യുന്നു? തിരസ്കരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ, മനഃപൂർവമായോ അല്ലാതെയോ അനേകർ ഇന്ന് സാത്താനെ ആരാധിക്കുന്നു. മത്തായി 4:8-9, ആമേൻ, ലേവ്യ പുസ്തകം 17:7, ആവർത്തന പുസ്തകം 32:17, സങ്കീർത്തനം 106:37, ഹല്ലേലൂയ, 1 കൊരിന്ത്യർ 10:20, വെളിപ്പാട് 9:20. ആമേൻ. അവർ ഭൂതങ്ങൾക്ക്, ആമേൻ, ദൈവമല്ലാത്തവയ്ക്ക്, തങ്ങൾ അറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ച് അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല. അവ നൂതനമായി ഉത്ഭവിച്ച നവീന മൂർത്തികൾ അത്രേ. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ഭൂതങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ബലി കഴിച്ചു. ഹല്ലേലൂയ. ആമേൻ. അതേ, ബോഷ്കിന്റെ പിതാവ്, അതായത് വ്യാജം പറയുന്നവരെല്ലാം പിശാചിന്റെ ഭാഗത്ത് ചേർന്നവരും ദൈവത്തിന്റെ സത്യങ്ങൾ എതിർക്കുന്നവരുമാണ്. ഹല്ലേലൂയ. അതേ, സങ്കീർത്തനം 31:5, ആമേൻ, അവർ അവരുടെ മാരകമായ പാപത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ആമേൻ. വെളിപ്പാട് പുസ്തകം 21:8 രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്ധരക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ അതേ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായിട്ട് എന്ത് ചെയ്തു? കാഴ്ചയാക്കി. ആരെ? ആമേൻ. അതേ, ബോഷ്കു പറയുന്നവരെ. ഹല്ലേലൂയ. പിശാചിനെ, ഹല്ലേലൂയ, വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും, അതായത് പിശാചിനെയും അവന്റെ ദുഷ്ടാത്മ സേനയുമാണ് ഇവിടെ പൗലോസ്, ആമേൻ, അർത്ഥമാക്കുന്നത്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. ഹല്ലേലൂയ. അവർ ക്രൂശിനാൽ ക്രിസ്തുവിനെ തകർക്കുവാൻ നോക്കി. ആമേൻ. അതേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപമില്ലാത്തവൻ, ഹല്ലേലൂയ, നീതിമാനായവൻ, ആ കർത്താവിനെ അവർ ക്രൂശിനാൽ, ആമേൻ, അതേ, തകർക്കുവാനായിട്ട് നോക്കി. ലൂക്കോസ് 22:53 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ക്രിസ്തു തന്റെ ക്രൂശിലെ മരണത്താലും അതേ മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാലും അവയുടെ മേൽ വിജയം നേടുകയും തന്റെ ജനത്തെ അവയുടെ ശക്തിയാൽ, ആമേൻ, അതേ, സ്വതന്ത്രരാക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 12:31, ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ആമേൻ. അതേ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ
ഒക്കെയും എന്ത് ചെയ്തു? വിടുവിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സത്യസന്ധമല്ലാത്ത ജീവിതത്തിനായി ആളുകൾ ഹല്ലേലൂയ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അതെ വശീകരിച്ച് നശിപ്പിക്കുവാൻ ഹല്ലേലൂയ അവർ നിങ്ങളുമായി ഏർപ്പെടുമ്പോൾ ഹല്ലേലൂയ അതെ നിങ്ങൾ അറിയാതെ നിങ്ങൾ പിശാചിന്റെ ഏജന്റായി പിശാചിന്റെ വലയിൽ അകപ്പെട്ട് തകർന്നു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. നിങ്ങളുടെ ചങ്ങാതിമാർ, നിങ്ങളുടെ അതെ സുഹൃത്തുക്കൾ ഹല്ലേലൂയ അതെ നിങ്ങൾ അതെ ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢമാകാതിരിക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ അതെ നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെ നശിപ്പിക്കുവാൻ അതെ പിശാച് പദ്ധതി ഒരുക്കുവാനും അതെ നിങ്ങളെ തന്ത്രപൂർവം കുലുക്കി നശിപ്പിക്കുവാനും തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് അത്തരമൊരു അവസ്ഥയിൽ നിങ്ങൾ സ്വയം അതെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനോട് അതെ കൃപയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുക. പ്രൈസ് ദി ലോർഡ്. അവന്റെ പാത നിങ്ങളെ പഠിപ്പിക്കാനും അവന്റെ സത്യത്തിലേക്ക് നിങ്ങളെ നയിക്കാനും ഹല്ലേലൂയ കർത്താവിനോട് ആവശ്യപ്പെടണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവന്റെ ഉപദേശപ്രകാരം പ്രവർത്തിക്കാൻ അതേ ദൃഢനിശ്ചയമുള്ളവരായി മാറണം. ഹല്ലേലൂയ. അങ്ങനെ വചനം അത് അനുസരിക്കുന്നവരായും ഹല്ലേലൂയ അതിൻ പ്രകാരം ജീവിക്കുന്നവരായും അത് ക്കുന്നവരുമായി തീരുകയും ഹല്ലേലൂയ അതെ സ്വയം ഹല്ലേലൂയ നമ്മൾ പിശാചിനോട് എതിർത്ത് നിൽക്കുവാനുള്ള ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാനും ഇടയായി തീരണം. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്യുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിട്ട് ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. വചനം ഇഷ്ടംപോലെ നമ്മൾ കേൾക്കുന്നുണ്ട്, വചനം ഇഷ്ടംപോലെ നമ്മൾ വായിക്കുന്നുണ്ട്, പക്ഷേ അത് ചെയ്യുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രവൃത്തിയിൽ വരുത്താതെ ദൈവവചനം കേൾക്കുന്നത് കൊണ്ട് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല ദൈവമക്കളെ. അങ്ങനെയായാൽ കൂടുതൽ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷാവിധിക്ക് നാം യോഗ്യരാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ. വിതയ്ക്കുന്നവന്റെ ഉപമയിൽ പറയുന്ന 4 തരം ആളുകൾ ദൈവവചനം കേട്ട് എങ്കിലും ഒരു വിഭാഗം മാത്രമേ ഫലം പുറപ്പെടുവിച്ചുള്ളൂ. അതേ മത്തായി സുവിശേഷം 13-ാം അധ്യായം 19-23 വരെയുള്ള വേദഭാഗങ്ങളിലാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. യഹൂദന്മാർ അതേ ദൈവവചനം കേൾക്കുന്നതിലും അവയെ മനഃപ്പാഠമാക്കുന്നതിലും വളരെ ഉത്സാഹമുള്ളവരും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നമ്മിൽ മിക്കവരെ പോലെ പിന്നിലുമായിരുന്നു എന്ന് പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. മത്തായി 23:3 ഹല്ലേലൂയ. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൻ. അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അതേ പ്രവൃത്തികളുടെ പുസ്തകം 7:53 വായിക്കുമ്പോൾ അവനെ നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കുലപാതകരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അതെന്ത് ചെയ്തിട്ടില്ല? പ്രമാണിച്ചിട്ടില്ല. നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവന്റെ ഇഷ്ടമറിഞ്ഞും വേദങ്ങൾ വിവേചിച്ചു. അതേ ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവൻ. ഹല്ലേലൂയ. ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുന്നു എങ്കിൽ അങ്ങനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആവർത്തിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ന്യായമായി ഒരു മനുഷ്യനെ നേരായ പാതയിലേക്ക് ഉപദേശിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയിലായിരിക്കുന്ന അംഗങ്ങളെ ശുദ്ധീകരിച്ച് നിത്യതയ്ക്ക് വേണ്ടി കർത്താവിന്റെ മടങ്ങിവരവിന് വേണ്ടി ഒരുക്കുന്ന ഈ രാത്രിയിൽ ദൈവവചനം കേൾക്കുന്ന ശ്രോതാവേ, ഇന്ന് രാത്രി കേട്ട് വചനം
അനുസരിക്കുന്നവരായി തീരുന്നുവെങ്കിൽ, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 7:21 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് തന്റെ വചനത്തെ അനുസരിക്കുന്നതിനാണ് യേശു പ്രാധാന്യം നൽകിയിരിക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ആമേൻ. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും. ആമേൻ. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അവൻ വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ഒക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും. അവൻ വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിന്റെ വീഴ്ച വലിയതുമായിരുന്നു. ഹല്ലേലൂയ. വിശ്വാസികൾ എന്ന് അപമാനിക്കുന്നവർ പോലും ആമേൻ ദൈവവചനം പൂർണ്ണമായി അനുസരിക്കാത്തതിനാൽ നശിച്ചു പോകുവാനിടയാണ്. ദൈവവചനം അനുശ്വാസിക്കുന്നത് ചെയ്യാതിരുന്നാൽ പലർക്കും കിട്ടേണ്ട പ്രതിഫലം നഷ്ടമാകുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആമേൻ, നാം സത്യസന്ധരാണോ? ഇന്ന് രാത്രി നമ്മോട് അരളിച്ചത് വചനം, ഹല്ലേലൂയ, നാം കേട്ട് കേട്ട് ആമേൻ അതെ നമ്മുടെ കാത് തഴമ്പിച്ചിരിക്കുന്ന അനുഭവത്തില. എന്നാൽ എത്ര പേര് കേൾക്കുന്ന വചനത്തിന് മുമ്പാകെ സത്യസന്ധരായി ജീവിക്കുന്നുണ്ട്? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന്റെ വരവിങ്കിൽ ആരും തള്ളപ്പെട്ടു പോകാതെ ആ നിത്യതയിൽ കാണുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ സത്യസന്ധനായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടാട്ട് എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ ഉപദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്ത് നുണകളും കുഴപ്പങ്ങളും ഒഴിവാക്കി സത്യം പറയുകയും ആമേൻ അതേ ചുറ്റുമുള്ള ആളുകളുമായി സത്യസന്ധതയോടെ ജീവിക്കുകയും ചെയ്യേണ്ടതിന് ആമേൻ അവിടുത്തെ സത്യത്തെ കുറിച്ചുള്ള ആ ബോധത്തിൽ അനുദിനം ജീവിക്കുവാൻ ഇന്ന് രാത്രി അവിടുത്തെ ആത്മാവിലൂടെ കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെടുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതേ സന്തോഷകരമായ അതേ ജീവിതത്തിൽ ഉടമകളായി സത്യസന്ധരായി, ഹല്ലേലൂയ, അതേ വചനം പറയുക മാത്രമല്ല, ഉപദേശിക്കുക മാത്രമല്ല, അതിൻ പ്രകാരം ദൈവം മുമ്പാകെ വിശ്വസ്തരായി വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഇന്ന് രാത്രി എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ. ആരും ക്രമം കെട്ടവരായി, ഹല്ലേലൂയ, കർത്താവേ, ദോഷികളായി അതേ പാപികളായി തുടരാതെ കൊണ്ട് അവിടുത്തെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവമക്കളായി ആമേൻ അവിടുത്തെ നാമത്തെ ഉയർത്തേണ്ടതിന് അവിടുത്തെ വചനത്തിന്റെ വ്യവസ്ഥയിൽ ആത്മനിറവോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി ആമേൻ അതേ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് ശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും അവിടുത്തെ ആമേൻ നാമത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി അവിടുത്തെ ഉപദേശത്തിൽ നിലനിന്നുകൊണ്ട് അവിടുത്തെ ആത്മാവിനാൽ ആമേൻ ശക്തി പ്രാപിച്ചുകൊണ്ട് ശിഷ്ടായുസ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ആരും പിശാചിന്റെ മക്കളായി അവന് വേണ്ടി ഒരുക്കുന്ന ആ ദണ്ഡന ആമേൻ അതേ പാതാളത്തിൽ ആമേൻ അതേ പതിച്ച് നശിക്കുവാൻ ഇടയാകാതെ നിത്യജീവൻ അവകാശിയായി ജീവിക്കുവാൻ എല്ലാവരെയും അന്ന് സഹായിച്ചാട്ട് ഇന്ന് രാത്രി കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി നൽകിയ നല്ല ഉപദേശങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാരംഭത്തിൽ ആമേൻ വായിച്ചു കേട്ടതുപോലെ കർത്താവേ, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവേ, നിന്റെ വഴികൾ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, ദിവസം മുഴുവനും ഞാൻ നിങ്ങളിൽ പ്രത്യാശ വെക്കുന്നു. അതെ, നിന്നിൽ കാത്തിരിക്കുന്ന ആരും ലജ്ജിക്കേണ്ടതില്ല. കാരണമില്ലാതെ ലഭിക്കുന്നവർ ലജ്ജിക്കട്ടെ. യഹോവേ, നിന്റെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ, നിന്റെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ, നിന്റെ സത്യത്തിൽ എന്നെ നയിക്കും. ആമേൻ, ഹല്ലേലൂയ, എന്നെ പഠിപ്പിക്കുകയും ചെയ്യണമേ. നീ എന്റെ രക്ഷയുടെ ദൈവം, ഞാൻ ദിവസം മുഴുവൻ നിന്നെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ശിഷ്ടായുസ് ഓരോ ദിവസവും ആമേൻ ദൃഷ്ടി വെച്ചാലോചന പറഞ്ഞു തരുന്ന സർവശക്തനായ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ
കർത്താവ് എല്ലാവരെയും സഹായിക്കും. ആമേൻ. സകല ദുർഘട പാതകൾ ഭൂമിയാക്കിക്കൊണ്ട് കർത്താവെ ജനത്തെ മുമ്പോട്ട് നയിക്കണമേ നൽകപ്പെടാം. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. അടികൾക്കായി കാൽവർ ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയായിരിക്കുന്നു. കൃപയോടെ കേൾക്കണം അനുകൂല പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇന്നത്തെ ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നെങ്കിൽ ആമേൻ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് കൂടെ പുറത്ത് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സ്നേഹതീരം പ്രയർ ഫാമിലി. നാളെ ഞായറാഴ്ചയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ ദിനമാണ്. ആമീൻ. നാളത്തെ ആരാധനയിൽ 12 മണിക്ക് ആമീൻ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജ് കടന്നു വരുന്നതായിരിക്കും. നിങ്ങൾക്ക് സാഹചര്യവും സമയം ഉണ്ടെങ്കിൽ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ആരാധിക്കാം. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലും സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ തിരുവചന ശുശ്രൂഷയുമായി കടന്നു വരും. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും നന്ദി വന്ദനം അറിയിച്ചുകൊണ്ട് കൂട്ടായ്മ അവസാനം.